ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള യുവജന സുഹൃത്തുക്കളെ, മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 മുതലുള്ള വാക്യത്തില് നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്ന ചോദ്യവുമായി ഒരു യുവാവ് ഈശോയെ സമീപിക്കുന്നുണ്ട്. 21 വാക്യത്തിൽ ഈശോന് കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്: നീ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നതാണ്. ഇത് സമ്പത്തിനെയോ പണത്തെയോ മാത്രം സൂചിപ്പിക്കുന്ന വചനഭാഗമായിട്ട് നമ്മൾ ഇത് കാണുന്നില്ല. ഈശോയെ സ്വന്തമാക്കാനായി ഞാൻ എത്രമാത്രം സമർപ്പണം നടത്തണം എന്നതിനെയും കൂടിയും സൂചിപ്പിക്കുന്ന വചനഭാഗമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നടക്കണം, കർത്താവിനെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്: ഇതിന് എനിക്ക് പറ്റുമോ? എനിക്ക് കുറവുകളുണ്ടല്ലോ, എനിക്ക് പോരായ്മകളുണ്ടല്ലോ, ഇതിനെനിക്ക് സാധിക്കുമോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരാറുണ്ട്. അതിന് ഉത്തരം നമ്മൾ കാണുന്നത് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 12 മുതലുള്ള വാക്യങ്ങളിലാണ്. പൗലോസ്ലീഹ തന്റെ കുറവുകളെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ എനിക്ക് നീ എടുത്തു മാറ്റി തരണം, എന്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്, നീ എനിക്ക് എടുത്തു മാറ്റി തരണം എന്ന് 3 പ്രാവശ്യം പൗലോസ്ലീഹ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ട് ഈശോ പൗലോസ്ലീഹയോട് കൊടുക്കുന്ന സുന്ദരമായിട്ടുള്ള ഉത്തരം ഇങ്ങനെയാണ്: നിനക്ക് എന്റെ കൃപ മതി, മൈ ഗ്രേസ് ഇസ് സഫീഷ്യന്റ് ഫോർ യു എന്നാണ്. സ്നേഹമുള്ള യുവ സുഹൃത്തുക്കളെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്കൊരു അവസരം ഒരുക്കുകയാണ് റിട്ടേൺ 2024 എന്ന് പറയുന്ന യുവജന കൺവെൻഷൻ. നമ്മുടെ കുറവുകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ചവിട്ടുപടികളാക്കി മാറ്റാനുള്ള ഒരു അവസരമായി ഇതിനെ കാണാനായിട്ട് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ യുവജന കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നത് ജോൺ പോൾ മിഷൻ സെന്റർ പെരിനായ്ക്കമ്പാളയത്തിലെയും സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഉക്കടത്തിലെയും യുവജന സുഹൃത്തുക്കളെയാണ്. അവരെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഈ റിട്ടേൺ 2024 സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.